നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ ഒരാഴ്ചത്തേക്ക് താൽക്കാലിക ജാമ്യം എന്നുള്ള തരത്തിലാണ് സുപ്രീം കോടതി ജാമ്യം കൊടുത്തത്. പിന്നീട് ഇപ്പോൾ സ്ഥിരമായി മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അഥവാ ഇനിയിപ്പോൾ പോലീസ് ഏതെങ്കിലും ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്താലും അദ്ദേഹത്തിനെ നിരുപാധികമായി വിട്ടയക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതായത് 8 വർഷം മുമ്പ് നടന്ന കേസാണ്. 2016 ഈ സംഭവം നടന്നെന്ന് ഈ പെൺകുട്ടി പറയുന്നു. 2018 ഫേസ്ബുക്കിൽ ഈ കുട്ടി പോസ്റ്റ് ഇടുന്നു. സുപ്രീം കോടതിയും ഈ ജാമ്യം കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു പോയിന്റ്, ഇത്രയും വർഷം പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് താമസിച്ചു? അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുകയാണ്, വലിയ പ്ലാറ്റ്ഫോമാണ്. അവിടെ ഈ പരാതി ഉന്നയിക്കുന്ന ആൾക്ക് എന്തുകൊണ്ടൊരു ഷീറ്റ് പേപ്പറിൽ ഒരു 4 വരി എഴുതി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തുകൂടാ? അപ്പോൾ അത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യം അനുവദിക്കുന്നത്. അത് ന്യായമായ ചോദ്യമല്ലേ? തീർച്ചയായും അതും ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തിയാണ് നമ്മൾ പറയേണ്ടത്, അല്ലേ? ശരിയാണ്. സോഷ്യൽ മീഡിയ എന്ന വലിയൊരു പ്ലാറ്റ്ഫോം മൊത്തത്തിൽ എന്തെല്ലാം രീതിയിൽ ആളുകളിലേക്ക് വളരെ എളുപ്പത്തിലെത്തുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കാൻ ധൈര്യം കാണിച്ചൊരു പെൺകുട്ടി എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള വഴിയെ സ്വീകരിക്കാൻ എന്തുകൊണ്ട് സമയമെടുത്തു എന്നുള്ളൊരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് ചോദിച്ചത് മറ്റാരുമല്ല, പരമോന്നത കോടതി. അപ്പോൾ അവൻ്റെ ഒരു ചോദ്യം അതിൻ്റെ ഇതിൽ ഉപാധികളോടെ കോടതിക്ക് തന്നെ മനസ്സിലായത് കൊണ്ടായിരിക്കുമല്ലോ ആ ജാമ്യവും അതായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇതിൽ നമുക്കറിയാം 2-3 കാര്യങ്ങളുണ്ട്. പെൺകുട്ടി ആരോപണം ഉന്നയിച്ചു. പെൺകുട്ടിയുടെ ആരോപണം 2018 ആദ്യം ആരോപണം ഉന്നയിക്കുമ്പോൾ സിദ്ദിഖിൻ്റെ ഈ പരാമർശങ്ങളൊന്നും ഇല്ലാത്തൊരു പോസ്റ്റായിരുന്നു ആദ്യം. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അതോടൊപ്പം തന്നെ കുറേ പേരുടെ പേരുകളൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിലുള്ളൊരു ശാരീരിക ആക്രമണത്തെക്കുറിച്ചൊന്നും കുട്ടി പിന്നീട് മീറ്റു വേവ് വന്നു കഴിഞ്ഞിട്ട് അന്ന് എല്ലാം ആ ആരോപണങ്ങളിൽ കുറേ കഴമ്പുള്ളതുണ്ടായിരുന്നു, കഴമ്പില്ലാത്തതുണ്ടായിരുന്നു. പിന്നീട് നെഗറ്റീവ് പബ്ലിസിറ്റി, അതായത് കുറച്ചൊന്ന് ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട്, വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കണ്ടു. ആ മീറ്റു എങ്ങോട്ടേക്കൊക്കെ പോയിന്ന് കണ്ടു. പിന്നീട് ഇത് വീണ്ടും ഈ ഒരു സിദ്ദിഖിൻ്റെ പേര് മുന്നിൽ വന്നത് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശേഷമാണ്. അപ്പോൾ കുട്ടി കുറേ ആരോപണം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു, സങ്കടം തോന്നും. അനുഭവിച്ച ട്രോമയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും കോടതിക്ക് എപ്പോഴും വേണ്ടത് തീർച്ചയായും കോടതി എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുന്ന എല്ലാ തെളിവുകളാണ്. ആ തെളിവുകൾക്ക് ബോധ്യം വരണം, ആ കുട്ടി പറയുന്ന കാര്യങ്ങളിലെ ബോധ്യം വരണം. അപ്പോൾ കുട്ടി മെഡിക്കൽ ഇതൊക്കെ കാണിച്ച് ട്രോമയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് ആയിരുന്നു. പല കാര്യങ്ങളും മോഡലിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിദ്ദിഖിൻ്റെ പരാമർശം, ഈ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ 2016 ശേഷം കുട്ടിയുടെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കുട്ടിക്ക് അവൾ വീണ്ടും പുറത്തൊക്കെ പോയി പഠിച്ചു എന്നുള്ള ഈ ആരോപണം നടക്കുന്ന സമയത്താണ് പ്രായം എത്രയോ ആയെന്നൊക്കെ പറഞ്ഞൊരു കേസൊക്കെ വരുന്നുണ്ടല്ലോ. ഈ ഹേമ കമ്മിറ്റി വന്നപ്പോഴല്ലേ പറയുന്നത് 2016 കുട്ടിക്ക് അത്ര വയസ്സായിട്ടില്ല, വയസ്സിന്റെ കാര്യത്തിൽ വ്യക്തത ഇല്ലെന്നും കോടതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വിദേശത്ത് പുറത്ത് പോയി പഠിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അവിടെയും ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് സർവകലാശാല എന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞൊരു ആരോപണമൊക്കെ വന്നു. അതൊക്കെ അപ്പം നമുക്കതൊരിക്കലും ട്രോമയല്ല, അവിടെ അത്രയും ആക്റ്റീവായി നിന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്ന രീതിയിൽ ചാനലുകളിൽ വന്നിരുന്നിട്ട് 8 വർഷങ്ങൾക്ക് മുമ്പുള്ള ട്രോമ അതിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ പിന്നീട് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഏതൊരു റേപ്പും അല്ലെങ്കിൽ അവർ വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു പോകുന്ന കുറേ ഫേസസ് ഉണ്ട്, അല്ലേ? ആദ്യത്തെ ഒരു ഘട്ടങ്ങളിലൊന്നും. അതുകൊണ്ടാണ് എനിക്ക് ചില മീച്ചു കാണുമ്പോൾ ഭയങ്കര കോമഡി തോന്നുന്നുണ്ട്. ജയസൂര്യക്കെതിരെയൊക്കെ വന്ന് ബാത്റൂമിൽ നിന്ന് വന്ന് ഇതാക്കുന്നു, അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് നമുക്ക് തോന്നും. അലിഗേഷൻസ് വേറെ എല്ലാ നടന്മാരും പീഡിപ്പിച്ചു, വർഷങ്ങൾക്ക് ശേഷമാണ് പീഡനമാണ് തിരിച്ചറിയപ്പെടുന്നത് പുള്ളിക്കാരത്തിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇങ്ങനത്തെ ഇത് കേൾക്കുമ്പോഴാണ് ഈ ഒരു പീഡനം എന്ന് പറഞ്ഞാൽ വലിയൊരു വാക്കാണ്. അതിന്റെ പറഞ്ഞ ഈ നടികളൊന്നും യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ചിട്ടുള്ളവരല്ല. സത്യം, ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രോമയിലൂടെ അവരിതിങ്ങനെ ഒരു കാരണം അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു മാനസിക ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ കുറേ ഈ ഒരു സോഷ്യൽ മീഡിയ കാണിക്കുന്ന ട്രോമയൊന്നും അല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ വിക്ടിംസിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിക്ടിമായിരുന്നു നമ്മുടെ വിതുര ആയിട്ട് ബന്ധപ്പെട്ടുള്ള. അതൊക്കെ എന്ന് പറയുമ്പോൾ അവർക്കൊരിക്കലും അതിൽ നിന്ന് പുറത്ത് വരാനൊന്നും സാധിച്ചില്ല. സൂര്യനെല്ലി പെൺകുട്ടി, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഈ വിക്ടിംസ് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു സ്റ്റേജസ് കടന്നുപോയ കുട്ടികളെ നമ്മൾ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൊട്ടിഘോഷിക്കുന്ന തരം പീഡനം, ആര് പിടിച്ചാലും അതൊരു പീഡനമാണ്, ട്രോമയാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നാലെ പോയത്. തീർച്ചയായിട്ടും കോടതി വിതുര കേസിലൊക്കെ അല്ലേ, നമ്മുടെ സൂര്യനെല്ലിയിൽ ധർമ്മരാജൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാളെന്ന് അകത്താണ്. കാരണം അപ്പോൾ അതാണ് കോടതി. ആരൊക്കെ നമുക്ക് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടി ഇതാക്കാം, പക്ഷെ കോടതിക്ക് എപ്പോഴും വേണ്ടത് കൃത്യമായിട്ടുള്ള തെളിവുകളും
ആ തെളിവ് എനിക്ക് ട്രോമ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള എൻ്റെ ജീവിത രീതി എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനത്തെ ഒരു ലൈഫാണ് ഫോളോ അപ്പ് ചെയ്തിരുന്നത്. വീണ്ടും ഓക്കെ, നടനിൽ നിന്ന് ഈ പെൺകുട്ടി ഇങ്ങനെ ഒന്ന് സിറ്റുവേഷൻ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞു 2016. വീണ്ടും ആ കുട്ടി സിനിമാ മേഖലയിലേക്ക് എത്തപ്പെടാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കുഞ്ഞു ആലോചിച്ച് നോക്കണം, ഒരു നടനിൽ നിന്ന് അത്രയും ഒരു കഠിന പീഡനം അനുവദിച്ച കുട്ടി വീണ്ടും ഇതേ സിറ്റുവേഷനിൽ പോകുന്നു എന്ന് പറയുമ്പം അതൊക്കെ കുറച്ചൊന്നും ഡൈജസ്റ്റ് ചെയ്യാനുള്ള, നമുക്കറിയില്ല അവൾ അനുഭവിച്ച പീഡനം എന്താണ്, അല്ലെങ്കിൽ അനുഭവിച്ചു പോയ സിറ്റുവേഷൻസ് ഒന്നും അറിയില്ല. പക്ഷെ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പെൺകുട്ടിയും ആരെന്നറിയില്ല, സിദ്ദിഖിനെ നമുക്ക് സിദ്ദിഖ് എന്നുള്ള വ്യക്തി സിനിമയിൽ കാണുന്നതിനപ്പുറം അയാൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇതിനൊക്കെ കുറേ വശങ്ങളുണ്ട്. ലോജിക്കലി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ട്രോമ അത്രത്തോളം ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് അത് ഓവർകം ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഇതാക്കാൻ പറ്റുമോ? പിന്നെ വീണ്ടും 8 വർഷത്തിന് ശേഷം അതേ ട്രോമയിലേക്ക് അല്ലെങ്കിൽ ദുഃഖം വന്നിട്ട് എനിക്ക് വീണ്ടും കേസ് കൊടുക്കണം എന്നൊരു ഫീൽ വരുമോ? അറിയില്ല. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇപ്പോഴത്തെ ജാമ്യം കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ടാണല്ലോ. കോടതി പറയുന്ന മറ്റൊരു കാര്യം, ഈ കുട്ടിക്ക് ഈ സിദ്ദിഖുമായി നല്ല അടുത്ത പരിചയമുണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് അമ്മയോടും അച്ഛനോടും ഒപ്പമാണ് ഈ കുട്ടി പോകുന്നത്. അവിടെ അങ്ങനെയും ഒരു കാര്യമുണ്ട്. അമ്മയോടും അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടുകാരോടെങ്കിലും ചെന്ന് പറയില്ലേ? കഴിഞ്ഞ ആ അടുത്ത നിമിഷം അല്ലെങ്കിൽ മകള് തകർന്ന മുഖത്തോടുകൂടി മനോവ്യതയോടുകൂടി വീട്ടുകാർക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുട്ടി മറച്ചു വെച്ചാൽ പോലും വീട്ടുകാർ മറച്ചു വെക്കോ? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ. അല്ലെങ്കിൽ പോലും നമ്മുടെ മക്കള് വിഷമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, എൻ്റെ മകൾക്ക് ഒന്ന് മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ സ്കൂളിൽ നിന്ന് വന്ന് വൈകുന്നേരം വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്നും പോണ പോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്. ആ ഒരു മുഖം മാറ്റം. കസിൻസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ നമുക്കറിയാൻ പറ്റും കുട്ടികളുടെ മാറ്റം. അതും ഇത്രയും ഒരു ഫേസ് കടന്നു വന്ന കുട്ടിയാണ് ട്രോം. അത് അയാളിൽ നിന്ന് അന്ന് പറഞ്ഞ രീതിയിലുള്ള അറ്റാക്ക് ആണെങ്കിൽ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ളതാണ്. ആ കുട്ടി പറഞ്ഞത് മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെയുള്ള കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നീടുള്ള അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് പോലും അതിനുള്ള മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഷുവേഴ്സ് എല്ലാം എന്താ നോർമലായിട്ട് പോകുന്നു, മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കളോടെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യില്ലേ? തീർച്ചയായും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ പാരൻസ് ആണ് നമ്മളുടെ എല്ലാ ലോകം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയോടൊക്കെ ചെന്ന് ഷെയർ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വീട്ടുകാർക്ക് അറിയാം സിദ്ദിഖ് ഇത്രയും നല്ല ഫ്രണ്ടാണെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഷോക്ക് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണ് ഇതൊക്കെ കോടതി തെളിയിക്കും, ചോദിക്കും. പ്രസക്തമായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ജാമ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു മ്യൂച്വൽ ഇതിൻ്റെ പുറത്തോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാവാം. പിന്നീടുള്ളൊരു എല്ലാ ബന്ധങ്ങളും നമ്മൾ അറിയാമല്ലോ. ആരോപണങ്ങൾ, വിജയ് ബാബുവിൻ്റെ ആരോപണം തന്നെ നമ്മൾ എടുക്കണം. 2-3 മാസം അയാൾക്കൊപ്പം ഭയങ്കര ഇതായിട്ട് അല്ലേ, അപ്പോൾ അയാൾ ഭാര്യയുള്ള മനുഷ്യനാണെന്നും എല്ലാം അറിഞ്ഞിട്ട് തുടങ്ങിയൊരു ബന്ധമാണ്. അവിടെയൊക്കെ എന്താണ് കാരണം വിജയ് ബാബു പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിജയ് ബാബു പറഞ്ഞു ഈ വാട്സപ്പ് ചാറ്റ് ഞാൻ എൻ്റെ ഫോണിൽ ഇട്ടിരുന്നത് കൊണ്ടാണ് അയാൾ. കാരണം അതിൽ ആ ചാറ്റുകളിലെല്ലാം കാരണം ആലോചിച്ച് നോക്കും. ഇപ്പം ഞാനും വിവാഹിതയാണ്, എനിക്കൊരാളടുത്ത് ഒരു ബന്ധമുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോണത് കൊണ്ടാണ് ഞാനും ഒരേ ഈക്വൽ അവിടെ കുറ്റവാളികളാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിരിക്കണം. ഓക്കെ, ഒരു 18 വയസ്സിനൊക്കെ താഴെ 15, 16 ബാല ചാബല്യം എന്ന് പറയാം. മെച്ചുവേർഡായിട്ട് എനിക്കൊരു അവസരം വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഇട്ടിട്ട് പിന്നീട് ഒരു പാലം വലിക്കുക എന്ന് പറയുന്നത് എന്തുവാണ്? അവിടെ പുരുഷൻ മാത്രം തെറ്റുകാരൻ അവനോട് ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. സ്ത്രീപക്ഷ ഇതൊക്കെ വിമൻ കാർഡ് ഇറക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വിമൻ കാർഡ് ഇറക്കുമ്പം യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.